സുമോദ്, ഇനി കെ സിയിലേക്കാണ് ഹൈക്കമാൻഡ് എത്തുന്നതെങ്കിൽ കെ സിയുടെ കാര്യത്തിൽ കുറെ കൂടി ആഴത്തിലുള്ള ചർച്ച വേണ്ടേ? കാരണം 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണം. അതിലൊന്ന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പാണ്. അത് ആലപ്പുഴയിലാണ് നടക്കേണ്ടത്. അവിടെ BJP അടക്കം കുറേയധികം സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ എങ്ങാനും ആ സീറ്റ് BJP പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പരിക്ക്, അത് അടുത്ത കാലത്തൊന്നും ആ പരിക്കിൽ നിന്ന് മുക്തമാകാൻ കെ സി വേണുഗോപാലിനും കോൺഗ്രസിനും കഴിയില്ല. അപ്പോൾ KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയാക്കാൻ കണ്ടതെങ്കിൽ അതിന് കുറെ കൂടി ചർച്ചകൾ അധികം വേണ്ടി വരില്ലേ? കുറെ കൂടി അധികം ദിവസവും വേണ്ടി വരില്ലേ? ഈ KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കണമെങ്കിൽ അത് ഘടകകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. കാര്യം ഘടകകക്ഷികൾ ഇത്തവണ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയുകയല്ല ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ്, 1-2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഈ തരത്തിലുള്ള ഒരു ചർച്ചകൾ തെരുവിലേക്ക് വലിച്ച് ഇഴയപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് വിജയത്തിൻ്റെ ശോഭ കുറയുകയും ആ മാറ്റ് കുറയുകയുമാണ് ചെയ്തത്. കാര്യം ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം നൽകി ജനം വിജയിപ്പിച്ച് വിട്ടത് മികച്ച ഒരു ഭരണം ഉണ്ടാകാൻ തന്നെയാണ്. പക്ഷേ ഒരു സർക്കാർ പോലും രൂപീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക്, മുഖ്യമന്ത്രിയെ പോലും രൂപീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല ഒരു നേതാവ്, ഇതുപോലെ ഒരു MP ആയ ഒരാൾ ഇവിടെ മറ്റു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും 2 തെരഞ്ഞെടുപ്പുകളാണ് ഉള്ളത്. ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഉള്ളൊരു ഭീഷണി വരുന്നത് ഈ 2 തെരഞ്ഞെടുപ്പിലും ഇത് മത്സരിക്കാൻ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് തോൽവി സംഭവിക്കും എന്ന തരത്തിലുള്ള വ്യാപകമായ ഒരു പ്രചരണമുണ്ട്. അങ്ങനെ ആ പ്രചരണത്തെ മറികടക്കണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഘടകകക്ഷികളോട് സംസാരിക്കണം, ജനങ്ങളോട് ഏതൊക്കെ തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതിനൊക്കെ ഉണ്ടാകണം, ജനങ്ങളെ ഒരു വിശ്വാസത്തിലെടുത്ത് വേണം എങ്ങനെ മുന്നോട്ട് പോകണം. അതിന് ഇതിപ്പോൾ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകണമെങ്കിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ തൃപ്തിയാക്കിക്കൊണ്ട് അവരെ ഒരു മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരെ കൊണ്ട് ജനങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണം എന്ന രീതിയിലൊക്കെ കുറേ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ ഒരു അന്തിമ രൂപം ഇതുവരെ ആയിട്ടില്ല. നേതാക്കന്മാർ ഡൽഹിയിലെത്തിയ ശേഷം ഇക്കാര്യത്തിൽ ചർച്ച തുടങ്ങാം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. സുമോദ്, ഇതിനകത്ത് ഈ മുതിർന്ന നേതാക്കളൊക്കെ എന്ത് നിലപാടെടുത്തു എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? പ്രത്യേകിച്ചും AK ആന്റണിക്ക് ഇതിനകത്തൊരു ടൈക്കും കോളും ഉണ്ട്, ഉറപ്പാണ്. AK ആന്റണി ആരെ പിന്തുണയ്ക്കുന്നു എന്ന് നിശ്ചയമായും ഹൈക്കമാൻഡ് തേടും. ഒപ്പം VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. അപ്പോൾ കുറേ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ അഭിപ്രായം നിലവിൽ AICC നിരീക്ഷകർ തന്നെ തേടിയിട്ടുണ്ട്. AK ആന്റണിയോട് ഒരു പക്ഷേ ഇനി മല്ലികാർജുൻ ഖാർഗെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളോ രാഹുൽ ഗാന്ധിയോ ഒക്കെ നേരിട്ട് തന്നെ സംസാരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് നമുക്കൊരു സൂചനയായി ലഭിക്കുന്നത്. ഈ മുതിർന്ന നേതാക്കന്മാർ ഒരു കൃത്യമായ ഒരു നിലപാട് അറിയിച്ചതായി നമുക്കൊരു വിവരമില്ല. മാത്രമല്ല കേരളത്തിലെ ഒരു സാഹചര്യം, കാര്യം തെരുവുകളിലേക്ക് ഈ വിഷയം വലിച്ച് ഇഴക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും പല ആത്മഹത്യാ ഭീഷണി അടക്കമുള്ള കാര്യങ്ങളാണ് തെരുവിൽ നടക്കുന്നത്. വലിയ സമരങ്ങൾ നടക്കുന്നു, പ്രതിഷേധങ്ങൾ നടക്കുന്നു, ബാനറുകളും പോസ്റ്ററുകളും ഇറക്കുന്നു, പരസ്പരം കരിയോയിൽ ബാനറിലും പോസ്റ്ററിലും ഒഴിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഹൈക്കമാൻഡിനെ കൃത്യമായി അവർ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഈ 3 നേതാക്കന്മാരെയും വിശ്വാസത്തിലെടുത്ത് അവരെ കൊണ്ട് ഒരു മാധ്യമങ്ങളെ കണ്ട് അവർക്കൊരു പ്രശ്നമില്ല എന്ന് വരുത്തി ആ തരത്തിലുള്ള ശാന്തമാക്കാനുള്ള ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരാളെ മാത്രം വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ MLA മാർ പിന്തുണച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തിക്കാട്ടില്ല. മറ്റു കേരളത്തിലെ ഈ മഹാവിജയത്തിൻ്റെ ശോഭ കെടുത്താത്ത തരത്തിലും വലിയ തരത്തിലുള്ള ഒരു ഭരണമാറ്റം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതിനുവേണ്ടി നേതാക്കന്മാരെ ഒറ്റക്കെട്ടായി നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ തരത്തിലുള്ള നീക്കം തന്നെയായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്തായാലും ഇനി പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. പ്രത്യേകിച്ചും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ കോർട്ടിലാണ്. അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ നടപടിക്രമങ്ങൾ ഓരോന്നോരോന്നായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നേതാക്കൾ അറിയിക്കുന്നത്. നിലവിൽ AICC നിരീക്ഷകർ കേരളത്തിലെത്തി. MLA മാരെ കണ്ടു, ഘടകകക്ഷി നേതാക്കളെ കണ്ടു, മുതിർന്ന നേതാക്കളെ കണ്ടു. അതിനുശേഷം അവർ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഖർഗെക്ക് സമർപ്പിച്ചു. ഇനിയിപ്പോൾ ഈ 3 പേരെയും, മുഖ്യമന്ത്രി മത്സരരംഗത്തുള്ള 3 പേരെയും 1 to 1 വിളിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് VD സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ന് ഡൽഹിയിലെത്തും. KC വേണുഗോപാൽ നിലവിൽ ഹരിയാനയിലാണുള്ളത്. നാളെ കൂടി അദ്ദേഹവും ഡൽഹിയിൽ തിരിച്ചെത്തും. അപ്പോൾ നാളെ തന്നെ ഈ 3 പേരോടുമുള്ള സംസാരവും ചർച്ചയും പൂർത്തിയാക്കിയതിന് ശേഷം നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്.